ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് പോക്കോ F1 ആണ്. പോക്കോ F1ൻ്റെ റിവ്യൂയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഫോൺ ഞാൻ 2 ആഴ്ചത്തോളം യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ അഡ്വാൻറ്റേജും കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ്. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ നോട്ട് 9+ലും നോട്ട് 9ലൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല റേഞ്ച് നിൽക്കുന്ന ഫോണിലൊക്കെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേറ്റിൽ വേറൊരു ഫോണിൽ ഞാൻ കണ്ടിട്ടില്ല ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഫോൺ ഹീറ്റ് ആവുന്നില്ല. ഗെയിമൊക്കെ കളിക്കുമ്പോഴും ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോഴും ഫോൺ ഒട്ടും ഹീറ്റ് ആവുന്നില്ല. ടെമ്പറേച്ചർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പിന്നെ രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 845ൻ്റെ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോസസ്സറൊക്കെ കാണണമെങ്കിൽ നമ്മൾ OnePlusലോട്ടൊക്കെ പോകണം. OnePlusഉം നല്ല അത്യാവശ്യം നല്ല കാശുണ്ട് ഫോണിന്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേറ്റിന് ഇങ്ങനെ ഒരു പ്രോസസ്സർ കൊടുത്തിരിക്കുന്നതും നല്ലൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണ്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 20 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും ഡ്യുവൽ ക്യാമറയാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. 12 മെഗാ പിക്സലിൻ്റെയും 5 മെഗാ പിക്സലിൻ്റെയും. അപ്പോൾ ബാക്കിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ബാക്ക് ക്യാമറയ്ക്ക്. ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയണ്ടല്ലോ, 20 മെഗാ പിക്സലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സെൽഫി ഞാൻ ഇടാം. നൈറ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സെൽഫി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി അതിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും. പിന്നെ എൻ്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത് 6.1ൻ്റെ ഒരു ഫുൾ HD നോച്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ ബാറ്ററീനെ പറ്റി പറയുകയാണെങ്കിൽ 4000 mAh ഒരു പവർഫുൾ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ക്വിക്ക് ചാർജറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റാമിനെ കുറിച്ചാണ് പറയുന്നത്. റാം എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്നത് 6GB റാമാണ്. 6GB റാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നതെന്ന്. അപ്പോൾ ഈ ഫോൺ വന്നിരിക്കുന്നത് 6GB + 64GB ആണ്. അപ്പോൾ ഇതിൻ്റെ പല വേരിയൻറ്റിലുണ്ട്. 6GB + 128GB ഉണ്ട്, 8GB + 128GB ഉണ്ട്. അപ്പോൾ പ്രൈസ് മാറും തോറും അതിൻ്റെ സ്റ്റോറേജ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ റാം 6GB ആയതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനൊക്കെ നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഒരിക്കലും എനിക്ക് ലാഗ് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ നേരത്തെ യൂസ് ചെയ്ത നോക്കിയ ഫോണിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിലാകെ 3GB റാമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഭയങ്കര ഇറിറ്റേഷനാണ് നമുക്ക് തന്നിരുന്നത്. 6GB റാം ഈ ഒരു പ്രൈസിന് നല്ലൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ പിന്നെ ഫോണിൻ്റെ കൂടുതൽ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നോക്കാം. ഫോണിന് നമുക്ക് പുറകിൽ കാണാൻ പറ്റും ഡ്യുവൽ ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഒരു ക്യാമറ 12 മെഗാ പിക്സലിൻ്റെയും ഒരു ക്യാമറ 5 മെഗാ പിക്സലിൻ്റെയും വിത്ത് ഫ്ലാഷ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 6.1ൻ്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതിൽ 6GB റാമാണ് പ്ലസ് 64 ഇൻബിൽറ്റ് മെമ്മറിയും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ വന്നിരിക്കുന്നത് 2.8 GHz ഒക്ടാ കോറിൻ്റെ സ്നാപ്ഡ്രാഗൺ 845 പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. ആ പ്രോസസ്സറാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രൈസിന് ഇങ്ങനെ ഒരു പ്രോസസ്സർ വേറെ ഫോണിനുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അറിയാവുന്നവർ എനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 20 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫിക്കാണെന്ന് തോന്നുന്നു എനിക്ക് കമ്പനി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു ഈ ഫോണിന്. പിന്നെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ അപ്പോൾ ഫോണിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് 4000 mAhൻ്റെ ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പോരാഞ്ഞിട്ട് ഇതിന് കമ്പനി അവകാശപ്പെടുന്നത് ഇതിന് ഹീറ്റിംഗ് ഉണ്ടാകത്തില്ല എന്നാണ്. മറ്റു ഫോണുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് കുറവായിരിക്കും എന്നാണ് കമ്പനി പറയുന്നത്. കാരണം ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതിൽ ബിൽഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഹീറ്റിംഗ് ഉണ്ടാകത്തില്ല എന്നും ഹീറ്റിംഗ് കുറവായിരിക്കും എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഈ 4000 mAh ബാറ്ററിയും ഹീറ്റിംഗ് ഇല്ലാത്തതും കാരണം ഗെയിമേഴ്സിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും. പോരാഞ്ഞിട്ട് ഇതിൻ്റെ പ്രോസസ്സറിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്നാപ്ഡ്രാഗൺ 845 പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ആയിരിക്കും ഫോൺ പെർഫോമൻസ് ചെയ്യുന്നത്. ഈ റേറ്റിന് 845 സ്നാപ്ഡ്രാഗൻ്റെ ഒരു പ്രോസസ്സർ വേറെ ഫോണിലുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ദയവ് ചെയ്ത് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റി നോക്കാനായിട്ട് ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക അതിൻ്റെ ക്യാമറയുടെ ഒരു ക്ലാരിറ്റി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെൽഫിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. 20 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോണിൽ നിന്ന് എടുത്ത ഫോട്ടോസിലോട്ട് പോകാം.
അപ്പോൾ പോക്കോ F1 വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഇമേജ് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി എത്രത്തോളമൊക്കെ നിങ്ങൾ കണ്ടുകാണുമല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പോക്കോ F1 വിശേഷങ്ങൾ. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ 64GB ഇൻബിൽറ്റ് മെമ്മറി വരുന്ന 6GB റാം വരുന്ന ഈ ഫോണിൻ്റെ പ്രൈസ് 20,000 രൂപയാണ്. പിന്നെ 23,000 രൂപയിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6GB റാം പ്ലസ് 128 ഇൻബിൽറ്റ് മെമ്മറിയിലുള്ള ഫോണാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ 27,000 രൂപയിലോട്ട് പോയാൽ നിങ്ങൾക്ക് അത് റാം അപ്ഗ്രേഡ് ചെയ്ത് 8GB പോകാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ കാശിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം. എന്നിരുന്നാലും 20,000 രൂപയ്ക്ക് 6GB പ്ലസ് 64GB ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഗെയിമേഴ്സിനൊക്കെ നല്ല പറ്റിയ ഫോണാണ്. ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോബ്ലമേ ഇല്ല ഇതിൽ. അപ്പോൾ പോക്കോ F1 20,000 രൂപയ്ക്ക് 6GB പ്ലസ് 64GB ഇത് നല്ലൊരു ഓപ്ഷനാണ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ പോക്കോ F1 വിശേഷങ്ങൾ ഇവിടെ തീർന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.